പിന്നെ നിങ്ങളെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഇതുപോലെയുള്ള കറി തയ്യാറാക്കിയിട്ടുണ്ടോ? എന്നാലേ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റൂ ആണ് കേട്ടോ. അത് നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രാവിലെയൊക്കെ പെട്ടെന്നൊരു കറി തയ്യാറാക്കണം എന്ന് തോന്നിയാൽ ഈ ഒരു സ്റ്റൂ ഒന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റൂ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ? അപ്പോൾ ഇതേ ഞാനിവിടെ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 തക്കോലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്ക ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു 3 ഗ്രാമ്പൂവും ഒരു 2 ചെറിയ കഷ്ണം പട്ടയൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ജാതിപത്രിയൂടെ വേണം കേട്ടോ. ജാതിക്കയുടെ പുറത്തുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ്. അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യം ഇതൊന്ന് നമ്മളൊന്ന് മൂപ്പിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നീളത്തിലരിഞ്ഞ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ 1 സവാള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ആദ്യം വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മളിതിലേക്ക് പച്ചമുളക് 1 ഞാൻ ചേർത്തേക്കുന്നത്. എരിവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളിത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വെള്ളമാണ് കേട്ടോ. 1 കപ്പ് വെള്ളം നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് ഓരോ സൈഡിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ മുട്ട നമുക്ക് ഇതുപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ആദ്യം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. മറ്റേത് നമ്മൾ ചിലപ്പം ഇങ്ങനെ നേരിട്ട് ഒഴിക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ വെള്ളം തിളച്ച് വരുമല്ലോ, ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു വെള്ളം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് വെന്ത് വരാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് പൊട്ടാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയൊന്നും പൊട്ടാണ്ട് ഇതിൻ്റെ സൈഡിലുള്ള വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയില്ല 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് നമ്മളിതുപോലെ ചുറ്റിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്കിത് ഒരുപാടിട്ട് ഇങ്ങനെ ഇളക്കാൻ കഴിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ മെല്ലെ ഇളക്കി കൊടുക്കണം. ചട്ടി നമ്മൾ മൊത്തത്തിലെടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തുള്ളി വന്നാൽ മതി കേട്ടോ ഈ ഒരു കറിക്ക്. കാരണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരിട്ട് തിളപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് തുള്ളി വന്നാൽ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു കറി തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ? ഇതുപോലെ മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുള്ള സ്റ്റൂ. നമ്മൾ സാധാരണ സ്റ്റൂ ചെയ്ത് എടുക്കാറുണ്ട്, മുട്ട പുഴുങ്ങൊക്കെ എടുത്തിട്ട് അല്ലേ. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്റ്റൂ ആണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ തന്നെയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.